കുറച്ചധികം നാളുകളായി തന്നെ പേളിമാണിയുടെ സ്റ്റോറിയൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും പേളി വലിയൊരു ട്രാൻസ്ഫോർമേഷന് തയ്യാറെടുക്കുകയാണ് എന്നത്. പേളി വളരെയധികം മെലിഞ്ഞ ബോഡിയൊക്കെ സംരക്ഷിച്ചിരുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഇതിനിടയിൽ 2 പ്രസവവും അതുപോലെ തന്നെ ഈ തിരക്കുകളുമൊക്കെ ആയപ്പോൾ ശരീരം ശ്രദ്ധിക്കാൻ പറ്റാതെയായി. അതിൻ്റെ പേരിൽ ഒരുപാട് പേർ പേളിയെ ബോഡി ഷേമിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് പേളി പറഞ്ഞെത്തുന്ന പോസ്റ്റിൽ പ്രേക്ഷകരാരും അറിയാതെ പോയൊരു സങ്കട വാർത്ത കൂടി പേളി പറയുന്നുണ്ട്. ഈ ശരീരത്തിലാണ് 2 കുട്ടികൾ ജനിച്ചത്. ഈ ശരീരത്തിലാണ് ഒരു മിസ്കാരേജ് നടന്നത്. അലസിപ്പോയി എന്നും അത് തന്നെ അധികം ബാധിച്ചിട്ടുണ്ട് എന്നും പേളി ഇതിനു മുൻപ് എവിടെയും പറഞ്ഞിട്ടില്ല. പേളി സ്വയമേ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് കൂടി പറയുന്നുണ്ട്. ഒരിക്കലും ഇത് ഞാൻ എവിടെയും പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല എന്ന് പേളിയുടെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ശരീരത്തിലൂടെ ഞാൻ എല്ലാം കടന്നുപോയതാണ്. നിങ്ങളപ്പോൾ ഒരു ബോഡിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ആലോചിക്കണം. ആ ബോഡി എന്തിലൂടെയൊക്കെ കടന്നു പോകുന്നതുണ്ടായിരിക്കുമെന്ന്. ചിലപ്പോൾ വിവാഹം കഴിയാത്തവരാണെങ്കിൽ അവർ ഇഷ്ടം പോലെ മരുന്ന് കഴിക്കുന്നവരായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ആ ശരീരത്തിലേക്ക് എത്തിയത്. നിങ്ങൾക്ക് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അറിയില്ലല്ലോ. ഒരുപക്ഷെ ആ ഇരിക്കുന്ന വ്യക്തിക്ക് പോലും അറിയില്ലായിരിക്കും അവരുടെ ശരീരത്തിൽ എന്താണ് കടന്നു പോകുന്നതെന്ന്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും പേളിയുടെ ഈ പോസ്റ്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇത്രയും നാളായി പേളി ഇത് ആരോടും പറഞ്ഞിരുന്നില്ല. എന്തിനാണ് ആ പാവത്തിനെ വിഷമിപ്പിച്ച് ഇതെല്ലാം പറയിപ്പിച്ചത്? അവസാനം ഗതികെട്ടാണ് പേളി ഇതെല്ലാം പറഞ്ഞതെന്ന് പറയുന്നു. ഇപ്പോൾ തൻ്റെ ഫ്രണ്ടിനോടൊപ്പം ബാലിയിൽ വെക്കേഷൻ ആഘോഷിക്കുകയാണ് പേളി. ശ്രീനിഷില്ലാതെ അധികമൊന്നും പുറത്തു പോകാറില്ല പേളി. അത്രയേറെ സങ്കടത്തിൽ പേളി കടന്നുപോയിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. ആരോടും പറയാതെ പേളി ഉള്ളിലൊതുക്കിയിരുന്ന വിഷമമാണ് ഇപ്പോൾ അണപൊട്ടി ഒഴുകുന്നത്. പലരും തന്നെ ബോഡി ഷേമിംഗ് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അവർക്കറിയില്ലല്ലോ എൻ്റെ ഈ ജീവിതത്തിലൂടെ ഞാൻ കടന്നുപോയത് എന്തൊക്കെയാണ് എന്ന്. നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്തരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ലല്ലോ. അവർക്ക് മറ്റെന്തെങ്കിലും അസുഖമുണ്ടായിരിക്കാം. അവർക്ക് കുറയ്ക്കാൻ പറ്റില്ലായിരിക്കാം. ചിലപ്പോൾ അവർ കഴിച്ചിട്ട് വണ്ണം വെച്ചതായിരിക്കാം. എന്തു തന്നെ ആയാലും നിങ്ങളതൊരു മറ്റൊരാളുടെ ബോഡിയെ കമൻറ്റ് ചെയ്യുന്നത് നിർത്തുക. നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ മാത്രം നോക്കുക. ഒരാൾ വണ്ണം വെച്ചു എന്നും വണ്ണം വെച്ചില്ല എന്നുമൊക്കെ പറയാനുള്ള അർഹത നിങ്ങൾക്കില്ല. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് പറയാനുള്ള അവകാശമില്ല. മറ്റൊരാൾ വണ്ണം വെച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. അവനവനാ ബോധമുണ്ടാകും. അവനവനാ ബോധത്തിൽ നിന്ന് തന്നെ സംസാരിക്കുകയും ചെയ്യും. അതിലൊരു പ്രശ്നവുമില്ല. അവർ വണ്ണം വെച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കേണ്ട കാര്യം ഒട്ടുമേയില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെ പ്രതികരിച്ചു വരുന്നത്. പ്രേക്ഷകരും അതുകൊണ്ട് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.